Question number 4 നോക്കാം. സോളിഡ്സിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 50 mm ആൻഡ് ഹൈറ്റ് 50 mm. രണ്ടും 50 ആണ്. റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ജനറേറ്റർ വിത്ത് ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ് ഈസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു VP. ഓക്കെ, ഒരു ആംഗിളേ തന്നിട്ടുള്ളൂ, ബട്ട് ജനറേറ്ററിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഒരു ആംഗിളിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. HP-യിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, ജനറേറ്ററിൽ ഇങ്ങനെ. ഓക്കെ, അതുകൊണ്ട് സിമ്പിൾ പൊസിഷൻ ടോപ്പ് വ്യൂവിലാണ് സർക്കിൾ, ഫ്രണ്ട് വ്യൂവിൽ ട്രയാങ്കിൾ. ഓക്കെ, ഇനി ജനറേറ്ററിൽ റെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് HP തരേണ്ട ആവശ്യമില്ല, അത് സം ഡിഗ്രി ഇൻക്ലിനേഷൻ ടു HP ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു ഇൻക്ലിനേഷൻ വന്നിരിക്കുന്നത്. ആ ഇൻക്ലിനേഷൻ അടുത്ത സ്റ്റേജിൽ യൂസ് ചെയ്യുന്നതാണ്. അതും ട്രൂ ഇൻക്ലിനേഷൻ അല്ല തന്നിരിക്കുന്നത്, ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ടോപ്പ് വ്യൂ ഓഫ് ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ ആണ് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ അപ്പാരൻ്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എത്ര മാർക്ക് കിട്ടുന്ന കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലോട്ടേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ ടോപ്പ് വ്യൂവിൽ സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിളിനെ 45 ഡിഗ്രി ലൈൻസ് യൂസ് ചെയ്ത് 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അത് മസ്റ്റാണ്, കാരണം എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ പോയിൻറ്റ്സും കിട്ടും. ഡിവൈഡ് ചെയ്താൽ മാത്രം പോരാ, ആ പോയിൻറ്റ്സിനൊക്കെ ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയും വേണം. ഹൈറ്റ് 50 തന്നെയാണ്, 60 അല്ല, ആ കാര്യം ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റേജിൽ ജനറേറ്റർ HP-യിൽ റെസ്റ്റ് ചെയ്യുന്നു. അതായത് O', E' ആണ് നമ്മുടെ ജനറേറ്റർ. ആ ജനറേറ്റർ HP-യിൽ റെസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ആ ജനറേറ്റർ ഫ്രണ്ട് വ്യൂവിൽ XY ലൈനിലായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് E1' കണ്ട് E1' O1' ഈക്വൽ ടു E', അതിവിടെ മാർക്ക് ചെയ്യുന്നു. ഈ ലൈൻ ഇവിടെ വരയ്ക്കുന്നു. അതാണ് ആദ്യം ചെയ്യുന്നത്. ഇനി ഈ ലൈനിലേക്ക് ഈ ട്രയാങ്കിളിനെ കൊണ്ടുവരുന്നു. അതിന് E', A' ആർക്ക് കട്ട് ചെയ്യുക, O', A' ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇവിടെ A1' കിട്ടി. ഈ A1', E1', A1', O1' ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തു. ബാക്കിയുള്ള പോയിൻറ്റ്സൊക്കെ ഇതിൽ മാർക്ക് ചെയ്യുക. അതും ചെയ്തു. ഇനി സെക്കൻഡ് ടോപ്പ് വ്യൂ കിട്ടണം. അതിന് ഇവിടെ നിന്നൊക്കെ എല്ലാ പോയിൻറ്റ്സിനും പെർപെൻഡിക്കുലർ പ്രൊജക്ടേഴ്സ് താഴോട്ടേക്ക് വരയ്ക്കുക, ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സും വരയ്ക്കുക. മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കരുത്, ഫ്രീ ഹാൻഡ് ആയിട്ട് സ്മൂത്ത് കർവ് വരയ്ക്കണം. അതിന് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യാം, വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നവർ അങ്ങനെ വരയ്ക്കുക. ബട്ട് ഇതിൽ വിസിബിൾ ഇൻവിസിബിൾ കർവ് അതെങ്ങനെ കണ്ടെത്താൻ നോക്കാം. ഇവിടെ നിന്നാണ് വ്യൂ ചെയ്യുന്നത്. അതായത് നമുക്ക് ടോപ്പ് വ്യൂ ആണ് വരയ്ക്കാൻ പോകേണ്ടത്. ഓക്കെ, ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ മുകളിൽ നിന്നാണ് വ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഒബ്സർവർ ഉള്ളത്. അപ്പോൾ ഒബ്സർവർക്ക് നിയർ ആയിട്ട് ബേസ് ആണുള്ളത് ദാൻ അപ്പെക്സ്. അതുകൊണ്ട് ബേസ് വിസിബിൾ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ ജനറേറ്ററിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ബേസ് കാണും എന്നുള്ള കാര്യം നമുക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രിക്ക് യൂസ് ചെയ്തിട്ടും ചെയ്യാം. അതായത് ഒബ്സർവർക്ക് നിയറായി കിടക്കുന്ന ബേസ് ആണ്, അതുകൊണ്ട് ബേസ് വിസിബിൾ ആണ്. അതുകൊണ്ട് ഈ കർവ് ABCDEFGH അത് കണ്ടിന്യൂസ് കർവായിട്ട് വരയ്ക്കുക. ഡാഷ് കർവ് വരയ്ക്കേണ്ട. പിന്നെ എൻഡ് ജനറേറ്റർ മാത്രം ജോയിൻ ചെയ്യാം. അപ്പോൾ ആൻസർ ഇങ്ങനെ കിട്ടും. ബട്ട് എന്നോട് ഇവിടെ ഡാഷ്ഡ് ലൈൻ യൂസ് ചെയ്ത് പോയിട്ടുണ്ട്, തെറ്റാണ്. ഇങ്ങനെയാണ് വേണ്ടത്. അതേപോലെ കംപ്ലീറ്റ് വിസിബിൾ ആയിരിക്കണം. ഓക്കെ, അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ 30 ഡിഗ്രി ആക്സിസ് ആണ് ഇൻക്ലൈൻഡ് ആയിട്ട് എടുക്കേണ്ടത്. ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ അപ്പാരൻ്റ് ആംഗിൾ എടുക്കണം. കാരണം ഇവിടെ ആക്സിസിൻ്റെ ലെങ്ത്, അതായത് ഈ പോയിന്റ് മുതൽ ഇവിടെ വരെയുള്ളതാണ് ആക്സിസിൻ്റെ ലെങ്ത്, അത് ലെസ് ദാൻ 50 ആയിട്ട് മാറിയിട്ടുണ്ട്, റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. കാരണം ആക്സിസ് ഇവിടെ ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഈ ലെങ്ത് റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ്യൂസ് ചെയ്ത ലെങ്ത് ആയതുകൊണ്ട് അപ്പാരൻ്റ് ആംഗിളാണ് വരയ്ക്കേണ്ടത്. ബട്ട് ഇവിടെ തന്നിരിക്കുന്നത് അപ്പാരൻ്റ് ആംഗിളാണ്. ആക്സിസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു VP എന്നാണെങ്കിൽ നമ്മൾ അപ്പാരൻ്റ് ആംഗിൾ എടുക്കണമായിരുന്നു. കുറച്ച് കുട്ടികൾ അങ്ങനെ അപ്പാരൻ്റ് ആംഗിൾ എടുത്തിട്ടുണ്ട്, 36 ഡിഗ്രി ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ തന്നിരിക്കുന്നത് അപ്പാരൻ്റ് ആംഗിളാണ്. കാരണം ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ് ഇൻക്ലൈൻ 30 ഡിഗ്രി VP. അപ്പോൾ ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ് ആണ് ഈ പറഞ്ഞ ഈ ലൈൻ, ലെസ് ദാൻ 60 ആയിട്ടുള്ള ഈ ലൈൻ. ആ ലൈനാണ് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു VP എന്ന് തരുന്നത് ശരിയില്ല ക്വസ്റ്റ്യനിൽ. 30 ഡിഗ്രി ടു റഫറൻസ് ലൈൻ എന്നാണ് തരേണ്ടത്. ടോപ്പ് വ്യൂ ഈസ് നൗൺ, ഇതാണ് നോക്കേണ്ടത്, ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ്. കാരണം ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് VP ആയിട്ടല്ല മേക്ക് ചെയ്യുന്നത്, ഈ XY ലൈനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 30 ഡിഗ്രി. VP ആയിട്ട് മേക്ക് ചെയ്യുന്നത് ട്രൂ ആംഗിളാണ്. ബട്ട് കുറച്ച് പേർക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാകും. ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ് ഈസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു റഫറൻസ് ലൈൻ ആണ് വേണ്ടത്. അതിന് പകരം VP എന്നത് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ബട്ട് ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ് എന്ന് തന്നുകൊണ്ട് നമ്മൾ ഈ ആംഗിൾ 30 ഡിഗ്രി എടുത്തിട്ട് വേണം വരയ്ക്കാൻ. അങ്ങനെ 30 ഡിഗ്രി എടുത്തിട്ട് ഏത് ഡയറക്ഷനിൽ കൊണ്ടുപോയി വരയ്ക്കാം. ഞാൻ അപ്പെക്സ് ഇവിടെ വരുന്ന രീതിയിലാണ് വരയ്ക്കുന്നത്. എൻ്റെ സൗകര്യത്തിനനുസരിച്ച് വരയ്ക്കുകയാണ്, ഈ സ്പേസിനനുസരിച്ച്. ഇവിടെ അപ്പെക്സ് ഈസ് നിയറർ ടു VP, എവേ ഫ്രം VP, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് അങ്ങനെയൊന്നും തരാത്തതുകൊണ്ട് നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും വരയ്ക്കാം.
ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുത്ത് വരച്ച് കഴിഞ്ഞാലും ആൻസറാണ്. അങ്ങനെ പോയിൻറ്റ്സൊക്കെ മാർക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഈ ലൈൻ വിസിബിൾ ലൈനാണ്. ഇത് മാറ്റി വരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെയും ഈ കർവ് കണ്ടിന്യൂസ് കർവാണ്. ഇനി ഫൈനൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഫൈനൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കണമെങ്കിൽ ഈ എല്ലാ പോയിൻറ്റ്സിനും ഇവിടത്തേക്ക് മുകളിലോട്ടേക്ക് പ്രൊജക്ടർ വരയ്ക്കുക, ഹൊറിസോണ്ടൽ ലൈൻസും വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ പോയിൻറ്റ്സും കിട്ടി. ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ ബേസ് ആണ് വിസിബിൾ, അതുകൊണ്ട് എല്ലാ ബേസ് പോയിൻറ്റ്സും വിസിബിൾ കർവ് യൂസ് ചെയ്ത് വരയ്ക്കുക. അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള കർവ് വരച്ചു. ഈ കർവിന് ടാൻജൻ്റായി വരുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത്, അല്ലാതെ കറക്റ്റ് A2' O2' അല്ലെങ്കിൽ ഇവിടെ E2' O2' ജോയിൻ ചെയ്ത് വരയ്ക്കേണ്ട, ടാൻജൻ്റായിട്ട് വരയ്ക്കുക. ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. യൂഷ്വലി വരുന്ന ആൻസർ കീ 6+6+6+2 ആണ്. ബട്ട് ഡ്രാഫ്റ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഫൈനലല്ല, ഫൈനലിൽ പിന്നീട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിന് 4 ആണ്. അടുത്ത സ്റ്റേജിനും 4 മാർക്സ് ആണ്. ലാസ്റ്റ് സ്റ്റേജിന് 8 മാർക്സ് ആണ്. 2 മാർക്സ് ഫോർ നീറ്റ്നെസ്, 2 മാർക്സ് ഫോർ മാർക്കിംഗ് ഡാഷ് ലൈൻ. അതായത് ഇത് കറക്റ്റായി മാർക്ക് ചെയ്യുന്നത്, ഇവിടെയും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇതിനോട് തെറ്റിപ്പോയതാണ്. ഇവിടുന്ന് വ്യൂ ചെയ്യുമ്പോൾ ബേസാണ് വിസിബിൾ, അതുകൊണ്ട് കംപ്ലീറ്റ് ബേസും വിസിബിൾ ലൈൻസ് യൂസ് ചെയ്ത് വരയ്ക്കണം. ഇവിടുന്ന് വ്യൂ ചെയ്യുമ്പോൾ ഇവിടെയും ബേസാണ് വിസിബിൾ, അതുകൊണ്ടാണ് കംപ്ലീറ്റ് ബേസും വിസിബിൾ ലൈൻ യൂസ് ചെയ്ത് വരച്ചിരിക്കുന്നത്. ഇനി ഇത് സിമ്പിൾ പൊസിഷൻ മാറാനുള്ള ചാൻസ് വളരെ കുറവാണ്, കാരണം XY ലൈന് മുകളിൽ സർക്കിൾ വരയ്ക്കുന്നത് സാധ്യത വളരെ കുറവാണ്. ഇനി അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ആൻസർ കീ ബേസ് ചെയ്തിട്ട് മാർക്ക് മിക്കവാറും 0 തന്നെയായിരിക്കും. ഫസ്റ്റ് ശരിയാൽ ഈ ഓർഡറിൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോഴല്ല, ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം ആ വീഡിയോ നോക്കിയിട്ട്.